ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നതിലെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഷോർട്ട് ബാർ മാഗ്നറ്റ് ഹാസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് 0.48 ജൂൾ പെർ ടെസ്ല. Give the direction and the magnitude of the magnetic field produced by the magnet at a distance of 10 cm from the center of the magnet on A part, the axis, B part, the equatorial lines of the magnet. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബാർ മാഗ്നറ്റ്, അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് തന്നിട്ടുണ്ട് 0.48 ജൂൾ പെർ ടെസ്ല. സോ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. M ഈസ് ഈക്വൽ ടു 0.48 ജൂൾ പെർ ടെസ്ല. ഇനി തന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ആക്സിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പം ഇതൊരു നോർത്ത് ടു സൗത്ത്, ഇതൊരു മാഗ്നറ്റാണെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ സൗത്ത് ഇതും നോർത്ത് ഇതുമാണെങ്കിൽ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ വരും. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും 10 സെൻറ്റിമീറ്റർ മാറിയുള്ളൊരു പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസ് ആണ് 10. അങ്ങനെ ആക്സിയൽ ലൈനിലാണ് പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ ബി ആക്സിയൽ ഇസ് ഈക്വൽ ടു μ0/4π 2m/r³. അതിൽ r എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. സോ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ × 10⁻² മീറ്റർ എന്ന് കിട്ടും. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. μ0യുടെ വാല്യൂ 4π × 10⁻⁷ × 2 × 0.48 ഡിവൈഡഡ് ബൈ 4π × r³ എന്ന് പറയുന്നത് 10 × 10⁻²⁵. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.96 × 10⁻⁴ ടെസ്ല. ഡയറക്ഷൻ എന്തായിരിക്കും? സൗത്ത് ടു നോർത്ത്. അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ പ്ലെയിൻ വരുമ്പോൾ എന്ത് വരും? ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റ്, ആ മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ കൂടി നമ്മളൊരു പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ മാറിയൊരു പോയിൻ്റ് പി, ആ പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇക്വറ്റോറിയൽ പ്ലെയിൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഇത് സൗത്തും ഇത് നോർത്തും ആണെങ്കിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഇക്വേഷൻ ബി ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു μ0/4π m/r³. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0യുടെ വാല്യൂ 4π × 10⁻⁷ ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ 0.48 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 10 × 10⁻² is equal to 0.48 × 10⁻⁴ ടെസ്ല. ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത്.